ചീഫ് ജസ്റ്റിസ് ഈ 3 കാർഷിക നിയമങ്ങളും സ്റ്റേ ചെയ്തിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കമ്മിറ്റി സംബന്ധിച്ചുള്ള ചില പേരുകൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വിദഗ്ധരായ അശോക് ഗുലാത്തി ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവർ കൂടി അടങ്ങുന്നതായിരിക്കും ഈ കമ്മിറ്റി ഈ നിയമത്തിന്റെ എല്ലാ വശങ്ങളെ സംബന്ധിച്ചും വിശദമായ ചർച്ച നടത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്മിറ്റിയുടെ പൂർണ്ണ ഘടന സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും ഈ കാർഷിക നിയമങ്ങൾ 3 കാർഷിക നിയമങ്ങളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഈ പ്രശ്ന പരിഹാരത്തിന് ഉള്ള ചർച്ചകൾ നടത്തുന്നതിനായി ഒരു കമ്മിറ്റിയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. HS മാൻ, ഹർസിമ്രത് മാൻ, അതുപോലെ തന്നെ പ്രമോദ് കുമാർ ജോഷി, അശോക് ഗുലാത്തി, അനിൽ ദന്താവട്ട് എന്നിവരായിരിക്കും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച ഈ 4 പേരുകളാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതനുസരിച്ച് ഒരു 4 അംഗ സമിതിയായിരിക്കും ഈ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നേരത്തെ ജുഡീഷ്യൽ അംഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ പറഞ്ഞ പേരുകളിൽ റിട്ടയർഡ് ജഡ്ജിമാരുടെയും മറ്റും പേരുകളില്ല, മറിച്ച് കാർഷിക മേഖലയിലെ വിദഗ്ധരുടെ പേരുകളാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ കാർഷിക നിയമങ്ങൾക്ക് സ്റ്റേ എന്ന് പറയുമ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്ന് കോടതിയുടെ പരിഗണനയിൽ എത്തി അതിലൊരു വിധി ഉണ്ടാകുന്നതുവരെ ഇതാണോ ഉദ്ദേശിക്കുന്നത്? അനിശ്ചിതകാലത്തേക്കുള്ള സ്റ്റേ ആണോ ഇത്? ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത്, അതായത് അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് ദർ വോണ്ട് ബി ദിസ് 3 ബിൽസ് വിൽ ബി സ്റ്റേഡ് എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോടതി ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതകാല സ്റ്റേ അല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് കോടതി ഇനി പരിഗണിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നത് വരെയുള്ള ഒരു സ്റ്റേ ഉത്തരവാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയങ്ങൾ പഠിക്കുന്നതിന് ഒരു 4 അംഗ സമിതിയെ സുപ്രീം കോടതി രൂപീകരിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമിതിയിൽ ജുഡീഷ്യൽ അംഗങ്ങളില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റും ഈ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ ഉൾപ്പെടെ ഈ സമിതികളിൽ കാണുമെന്നായിരുന്നു വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ സമിതിയിൽ, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെച്ച പേരിൽ സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതികളിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരും തന്നെ ഇല്ല, മറിച്ച് വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിക്കാണ് സുപ്രീം കോടതി ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ HS മാൻ, അതുപോലെ തന്നെ അശോക് ഗുലാത്തി എന്നീ രാജ്യത്തെ പ്രമുഖ ഈ കാർഷിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കോടതി നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കോടതി നടപടികൾ തുടരുന്നു എന്ന് പറയുമ്പോൾ വിധിന്യായത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ വായിക്കുകയാണോ കോടതിയിൽ? സ്വാഭാവികമായും, കാരണം മഞ്ജുഷ, ഇത് ഒരു ലെങ്തി ഹിയറിങ്ങിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ ഈ നടപടികൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ ഓർഡർ ഡിക്റ്റേഷനാണ് നടക്കുന്നത്, മറിച്ച് ഓർഡർ വായിക്കുകയല്ല ചെയ്യുന്ന, ഓർഡർ ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിക്റ്റേഷനാണ് നടക്കേണ്ടതായുള്ളത്. അതിൻ്റെ നടപടികൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും തൻ്റെ ഉത്തരവെന്ന കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിലാണ് ചീഫ് ജസ്റ്റിസ് അണ്ടിൽ ഫർദർ ഓർഡേഴ്സ് തങ്ങൾ ഈ നിയമം സ്റ്റേ ചെയ്യുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഫലത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും കമ്മിറ്റി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മിനിറ്റുകളിൽ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ശരി, അല്പസമയത്തിനുള്ളിൽ മുഴുവൻ വിവരങ്ങളും കിട്ടും. എന്തായാലും ഏറ്റവും സുപ്രധാനമായ കാര്യം, കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്ന നിയമഭേദഗതി, കാർഷിക നിയമ ഭേദഗതി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാണ്. 3 ഭേദഗതികളും സ്റ്റേ ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ വന്നിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ, ഭേദഗതി ചെയ്ത കാർഷിക നിയമങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുവാൻ കഴിയുകയില്ല. കർഷകരുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കാർഷിക നിയമങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് വിദഗ്ധ സമിതിയെ രൂപീകരിക്കുവാനുള്ള തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരുന്നു. കർഷക സംഘടനകൾ ഈ തീരുമാനത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു തർക്കം പരിഹരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്.